ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന ഒരു ബീഫിൻ്റെ അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടേ അപ്പോൾ തന്നെ വാച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 1 കിലോ ബീഫാണ്. നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്ത ബീഫാണ്. എടുത്തിരിക്കുന്ന ബീഫ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ, മീറ്റ് മസാല, ഉപ്പ്, അതുപോലെ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം 1/2 ടീസ്പൂൺ വീതമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയും കുക്കർ അടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 4 വിസിൽ വരെ വേവിക്കുന്നുണ്ട്. നാല് വിസിൽ കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കി ആവി പോകാനായിട്ട് വെക്കുന്നുണ്ട്. ആവി പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളമൊക്കെ അപ്പോൾ ഇനി ഇന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ബീഫൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ 2 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് ബീഫ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും വേറെ പാന് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ഉള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി അല്ലാതെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തം ഫ്രൈ ചെയ്ത് മൊത്തം ഓയിലും എടുത്തില്ല. ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി പൗഡർ, അതുപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ. പൊടിവെള്ളം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ഓഫായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓണാക്കി 1 മിനിറ്റോളം ഒന്ന് വഴറ്റുന്നുണ്ട്. അത് അധികം പൊടിവെള്ളം ഇട്ട് കൊടുക്കും, പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കരിഞ്ഞു പോകാതെ പ്രത്യേകം നോക്കണം. അപ്പോൾ പൊടിവെള്ളോട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി അതിലേക്ക് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 2 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പൊടികൾ ആ ബീഫായിട്ടൊന്ന് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ശകലം ഉപ്പൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്.
ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റോളം അതൊന്ന് തിളപ്പിക്കുന്നുണ്ട്. വിനീഗർ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഉപ്പ് ഒന്നുകൂടെ ഒന്ന് നോക്കണം. കാരണം വിനീഗറിൻ്റെ ആ പുളിയുടെ വരുമ്പോൾ ഉപ്പിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. അപ്പം ശകലം ഉപ്പ് കൂടി ഞാനൊരു 1/2 ടീസ്പൂണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മിനിറ്റോളം പിന്നീട് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. അപ്പോഴത്തേനും അച്ചാർ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കി അത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കുപ്പികളിലേക്കാണേലും പാക്കിങ്ങിനാണേലും ഒക്കെ നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് തണുത്ത് 2 ദിവസം കഴിയുമ്പോഴാണ് ഇതിലേക്ക് ആ വിനീഗറിൻ്റെ പുളിയും ആ ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ച് മസാലയൊക്കെ പിടിച്ച് വരികയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനിയും വേറെ വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.